ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുകയാണ്. എവിടേക്കാണെന്നല്ലേ? കന്യാകുമാരിയിലേക്ക്. ഇന്ന് രാത്രി 11 മണിയോടെ ആട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞങ്ങൾ പോകാനുള്ള വണ്ടി വന്നു. ട്രാവലറിലാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ കളിച്ചു മടുത്തപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങി ഒന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. ഞങ്ങൾ റൂമൊക്കെ കണ്ടുപിടിച്ച് ഫ്രഷ് ആകാൻ കയറി. ഇനി ഞങ്ങൾ പോകുന്നത് ഉദയം കാണാനാണ്. എന്തായാലും കൃത്യസമയത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റിയായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാണുന്നതാണ് വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടു. ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല തിരക്കായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉദയം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിവേകാനന്ദ പാറയിൽ പോകാനുള്ള ക്യൂവിൽ നിന്നു. ബോട്ടിലാണ് അങ്ങോട്ട് പോകേണ്ടത്. അഡൽറ്റിന് 100 രൂപയാണ് ബോട്ട് ചാർജ്. 8 മണി തൊട്ടേ വിവേകാനന്ദ പാറയിലോട്ട് പ്രവേശനമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. നല്ല രസമാണ് കേട്ടോ ബോട്ടിൽ പോകാൻ. കടലിന്റെ നടുക്കൂടെ ഒരു ബോട്ട് യാത്ര. ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 30 രൂപ പാസ് എടുക്കണം വിവേകാനന്ദ പാറയിൽ കയറാൻ. അങ്ങനെ പാസ് എടുത്ത് ഞങ്ങൾ കയറി. നല്ല രസമാണ് കേട്ടോ കടലിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ദ്വീപ്. നല്ല കാറ്റാണ് ഇവിടെ, അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തിരുവള്ളൂരിന്റെ വലിയ പ്രതിമയും. അങ്ങോട്ട് പോകാൻ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ വേണം പോകേണ്ടത്. പണ്ടൊരിക്കൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്നത്തേതിൽ നിന്നും ഒത്തിരി മാറ്റം വന്നു. ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ താഴെ കടലിന്റെ തീരം നന്നായി കാണാൻ പറ്റും. ഈ തിരുവള്ളൂർ പ്രതിമയ്ക്ക് 40.6 മീറ്റർ നീളമുണ്ട്. ഇത് കന്യാകുമാരിയിലെ ഒരു ചെറിയ ദ്വീപാണ്. ഇവിടെ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ബോട്ടിൽ കയറാനുള്ള ക്യൂവിൽ നിന്നു. ഇവിടെ കുറെ മീനുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അകലെ മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാരെയും കാണാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. അവിടുന്ന് കന്യാകുമാരിയിലെത്തി. അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് ചെങ്കൽ മഹേശ്വരം ശിവ പാർവതി ക്ഷേത്രത്തിലാണ്. അവിടെ ചെന്നപ്പോൾ ഉച്ചയാറായി. അതുകൊണ്ട് നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വെളിയിൽ നിന്ന് തൊഴുതു. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്തെ 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ഇവിടെ കയറാൻ ഒരാൾക്ക് 200 രൂപയാണ് പാസ്. മൊബൈൽ ഫോൺ അകത്ത് കയറ്റാൻ പറ്റില്ല. ഫോൺ സൂക്ഷിക്കുന്നതിന് ഒരു ഫോണിന് 5 രൂപയാണ്. ശിവലിംഗത്തിൽ കൂടി കയറി ഹനുമാന്റെ വായ ഭാഗത്തൂടെ മരുത്താമല വഴിയാണ് തിരിച്ചിറങ്ങുന്നത്. നല്ല ഭംഗിയാണ് ഇതിനകം കാണാൻ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ഊണ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അടുത്ത് ഞങ്ങൾ പോകുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ്. 58 അടി ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശില്പമാണ് ഇവിടെ ഉള്ളത്. അമ്പലത്തിൽ തൊഴുത ഇതൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരത്തോടെ ഞങ്ങൾ കോവളം ബീച്ചിലെത്തി. ചെന്നുടനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. സൂര്യൻ മറയുവോളം ഞങ്ങൾ ബീച്ചിൽ ചെലവഴിച്ചു. അതിനുശേഷം ഇന്നത്തെ യാത്ര മതിയാക്കി ഞങ്ങളെല്ലാം തിരിച്ചു പോകും വഴി എല്ലാവരും അടിച്ചു പൊളിച്ചാണ് പോയത്. നല്ലൊരു യാത്രയായിരുന്നു ഇത്. കാണാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളെല്ലാം കണ്ട് നല്ല മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചു ഈ യാത്രയിൽ. വരുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബ്ലോഗ്. ബൈ.